ഹലോ. രാവിലെ മുതലുള്ള നമ്മുടെയൊക്കെ ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വൈകിട്ട് ഫാമിലിയായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന. എന്തായാലും ഇനിയിപ്പം നമുക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. ഒരു സെക്കൻഡേ, ഇതിനകത്തൊരു കമന്റ് വരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി കിടക്കുന്നതാണ്. ഈ സ്റ്റാർ അടിക്കാൻ പറഞ്ഞിട്ട് ഓക്കെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ കാലവും രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷ നിര വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. BJPയുടെ അപ്രമാദിത്വത്തോടു കൂടിയുള്ള പോക്ക്, രാജ്യത്തെ പ്രതിപക്ഷ നിരയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പോക്ക്, രണ്ടായാലും ചപ്പ് ചവറുകളെല്ലാം എന്ന് ഞാൻ ആക്ഷേപിച്ച ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു എന്നുള്ളത് പ്രതിപക്ഷ നിരയ്ക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്. അത്തരം കരുത്ത് സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കരുത്താണ്. നമ്മൾ ഇതിനെ ഒന്ന് റിവേഴ്സ് ചിന്തിച്ചാൽ, പണ്ട് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നാഷണൽ കോൺഗ്രസിലേക്ക് ഒരു രാജ്യത്തുള്ള കംപ്ലീറ്റ് ജനതയും ചേരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും പോയിട്ടുണ്ട്. അവിടെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഈ രാജ്യത്തെ പലവിധ ആശയങ്ങൾ പേറുന്നവരും ഇവരൊക്കെ തന്നെ പണ്ട് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിനൊപ്പം ചേർന്ന് പിന്നീട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷമായിട്ട് നിൽക്കുന്ന സമയം, അതായത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ കോൺഗ്രസ്, ആ കോൺഗ്രസിൽ നിന്ന് പിന്നീട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തമ്മിലടികൾ, പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അഴിമതികൾ, കാര്യങ്ങൾ, മറ്റു പല പ്രശ്നങ്ങൾ, ഇതെല്ലാം പതിയെ പതിയെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വടവൃക്ഷം പതിയെ എന്ത് ചെയ്യുന്നു, പൊഴിഞ്ഞ് ആ വൃക്ഷത്തിന്റെ ശക്തി ക്ഷയിക്കുകയാണ്. ഏകദേശം 1984 ഇന്ദിരാഗാന്ധി ഭരണത്തിന് ശേഷം പിന്നീട് രാജീവ് ഗാന്ധി 404 സീറ്റിലേക്ക് എത്തുന്നതിന് പോലും ഒരു ശക്തമായ കാരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണം എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷം ഈ രാജ്യത്ത് ഒരു അപ്രമാദിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് ലഭിക്കുന്നത് BJP തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ട, ഹിന്ദുത്വ ദേശീയ ബോധം അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു. അതിലൂടെ ഒരു വലിയ വിഭാഗം ജനതയെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് സംഭവിച്ച പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് BJPക്ക് ക്ഷീണമുണ്ടായെന്നോ BJP തകർന്നു പോയെന്നോ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് അഭിമാനിക്കാം, യാതൊരു പ്രശ്നങ്ങളും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല. കാരണം അവർ ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിച്ചത്. ഇവിടെ സംഭവിച്ചത് പലവിധ കാരണങ്ങളാൽ പൊഴിഞ്ഞു പോയ ഒരു വലിയ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും തിരിച്ച് ഒന്നിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളിടത്താണ് നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുക എന്നതാണോ ഇവരുടെ യഥാർത്ഥ അജണ്ട, അതോ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നതുപോലെ ഭാവിയിൽ ഞങ്ങൾ ജയിലിൽ കിടന്നേക്കും എന്നതാണോ ഇവരുടെ ഭയം എന്നതാണ് നിങ്ങൾ വളരെ കൃത്യമായി സൂക്ഷ്മ വിശകലനം ചെയ്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടത്. ഇവിടെ 100% പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ഘടകമെന്ന് പറയുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റും കെജ്രിവാൾ ജയിലിൽ കിടന്നതും തന്നെയാണ്. നാളെയിൽ ഞങ്ങൾ ഓരോരുത്തരും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നിലനിൽപ്പിന് വേണ്ടി ഏത് രീതിയിലും ഇന്നലകളിൽ തമ്മിലടിച്ച, ഇപ്പൊ തന്നെ നമ്മൾ ആം ആദ്മി പാർട്ടി എടുക്കുക. ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പരമാവധി സംസാരിച്ച് അവരെ മാക്സിമം ഇന്ത്യ മഹാരാജ്യത്ത് ആക്ഷേപിച്ച് നമ്മുടെ പഞ്ചാബിലും ഡൽഹിയിലും അധികാരത്തിൽ വന്നവരാണ്. അതായത് ഇന്നലകളിൽ ഏറ്റവും മോശം രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് തള്ളിപ്പറഞ്ഞ് മത്സരിച്ച് തോൽപ്പിച്ച ഒരു രാഷ്ട്രീയ ആശയത്തോട് ആം ആദ്മിക്ക് ചേരേണ്ടി വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള കാരണം നിലനിൽപ്പ് എന്ന് പറയുന്നതാണ്. ഇനി 2, SP BSP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉത്തർപ്രദേശിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, അതായത് 89 വരെ ഉത്തർപ്രദേശിൽ ഭരിച്ച കോൺഗ്രസിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള, അതായത് കോൺഗ്രസ് പിന്നീട് ഭരിച്ചിട്ടുണ്ട്, SP ഭരിച്ചിട്ടുണ്ട്, BSP ഭരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇൻഡിവിജ്വലി ആ സംസ്ഥാനം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറി ആരോപണങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവർ ഇവിടെ പേരിന്, അതായത് ഇപ്പം വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നതിനേക്ക് അപ്പുറം ഒന്നിക്കാനുണ്ടായ കാരണം 100% ജയിലിൽ കിടക്കുമെന്നുള്ള ഭയമാണ്. ഇത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിലെടുത്താലും ഇന്ത്യയിലെ നിലവിൽ ഇപ്പൊ CPM കോൺഗ്രസും നമുക്കറിയാം. ഇവരൊക്കെ എന്തുകൊണ്ട് ഒന്നിക്കുന്നു? ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അത് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പൊ നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ ഭൂരിപക്ഷം കുറയുന്നു. കഴിഞ്ഞ തവണ അവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് 2.5 ലക്ഷത്തോളം വോട്ടെന്നാണ് എന്റെ കണക്ക്. ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, ഓർമ്മ വെച്ചിട്ട് മാത്രം സംസാരിക്കുകയാണ്.
അപ്പോൾ ആ വോട്ടുകൾ ഇപ്രാവശ്യം എവിടേക്ക് പോകുന്നു? ഇപ്രാവശ്യം പൂർണ്ണമായും കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി 74,000 വോട്ടിന് നമ്മുടെ തൃശ്ശൂരിൽ വിജയിച്ചു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആ നാടിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. അദ്ദേഹം ചെയ്യും, ഉറപ്പാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇനി ജീവിത ലക്ഷ്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ 74,000 വോട്ടിന് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ച ഈ മണ്ഡലത്തിൽ സുനിൽകുമാർ, അതായത് നാളെയിൽ സുരേഷ് ഗോപിയെ അവിടെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സുനിൽകുമാർ അല്ലെങ്കിൽ കെ എം മുരളീധരൻ, ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളായിരുന്നു അവിടെ മത്സരിക്കുന്നതിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? 2 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി അവിടെ BJP ഇതര രാഷ്ട്രീയ പാർട്ടി, അത് CPM എങ്കിൽ CPI എങ്കിൽ CPI, കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്, അവർ ജയിക്കും. അതുകൊണ്ട് ഇത് ഒരു സിംഗിൾ ഹാൻഡഡ്ലി പ്രതിപക്ഷത്തിന്റെ ശക്തി എന്നത് പറയുന്നതിനപ്പുറത്തേക്ക്, അതായത് നമുക്ക് പറയാം പ്രതിപക്ഷ നിര ഒന്നിച്ചപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ നമ്മുടെ നരേന്ദ്രമോദിക്കായാലും അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്നവർക്കായാലും ഇവർക്കൊരു അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്. രാമക്ഷേത്രം സൃഷ്ടിച്ചു വെച്ചതോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം നേരെ വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു RSSനെ പോലും തള്ളി പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാണ് അത്, ഇവരുടെ ഒരു കുഴപ്പമാണ്. അഹങ്കാരം, അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു അഹങ്കാരത്തിൽ നിന്ന് മുതലെടുത്ത ഒരു മനോഭാവമാണ് അടിസ്ഥാനപരമായി BJPയുടെയും, അതായത് ഒരുപാട് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ഒക്കെ ഇവർ ഇടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ഇനി ആരും ഇവിടെ തോൽപ്പിക്കില്ല, ഇവിടെ ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷമില്ല, ഇത് ഈ രാജ്യത്തെ ഞങ്ങൾ അങ്ങ് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിക്കളയും എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് പോയി ജനങ്ങളെ വില കൊടുക്കാതെ, അതാ ഞാൻ ആദ്യം എഴുതിയത്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് കാണിച്ച ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പറയാൻ കാര്യതാണ്. പൊതുവെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെ ഒന്നിക്കുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. പക്ഷെ ആ ഒന്നിക്കത്തക്ക സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. മോദി എന്ന രാഷ്ട്രീയ പാർട്ടിക്കോ മോദി എന്ന രാഷ്ട്രീയ കക്ഷിക്കോ രാഷ്ട്രീയ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്കോ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു കോട്ടം സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. കാരണം തുടർച്ചയായി 10 വർഷം ഭരിക്കുന്നു, പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നു, പല സ്ഥലങ്ങളിലും MP മാരെന്ന് പറയുന്നത് BJPയുടേതാണ്. അപ്പൊ നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് പരാതി പറയാൻ അവൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അധികാരത്തിലിരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ടാണ്. ഒരുപാട് MP മാർ ഒരുപാട് തുടർച്ചയായിട്ട് എത്രയോ വർഷക്കാലം ഇരിക്കുന്നു. അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരും BJPയുടെ ആൾക്കാരാണ്. അപ്പൊ ഇവന്റെ ഉള്ളിൽ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുന്ന എതിർവികാരങ്ങളൊക്കെ തന്നെ BJPയെ ബാധിക്കേണ്ടതാണ്. അതായത് ഇതല്ല BJPക്ക് സംഭവിക്കേണ്ടത്. ഒരു പൊളിറ്റിക്കൽ വിജയം BJPക്കെതിരെ നേടിയെടുക്കണമെന്ന് പറയുമായിരുന്നെങ്കിൽ BJPയുടെ വോട്ട് കുറയണമായിരുന്നു. അതായത് ഈ കിട്ടിയ സീറ്റ് മതി. സീറ്റിന്റെ എണ്ണം എടുക്കുമ്പോൾ 230 സീറ്റ് അല്ലെങ്കിൽ 240 സീറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച ഒരു വിജയമാണെങ്കിലും ജനങ്ങൾ, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനതയുണ്ടെങ്കിൽ അതിനകത്ത് വോട്ട് ചെയ്യുന്ന ജനത ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു 100 കോടി അല്ലെങ്കിൽ 70 കോടി 80 കോടി ജനത, ചുമ്മാ കണക്ക് പറയണേ, കറക്റ്റ് ഒന്നുമല്ല, ഒരു 80 കോടി ജനത ഈ രാജ്യത്ത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ട് ചെയ്യുന്ന ജനതയുടെ 37%, ഒരു പക്ഷേ ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടിയേക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എതിരാളിയുടെ കഴിവുകേട് കൊണ്ടല്ല ജയിക്കേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്, അവിടെ ഒരു കരുത്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളും നിങ്ങളും തമ്മിൽ അടിയുണ്ടായി, അയാൾ നിങ്ങളെ അടിച്ചു താഴെയിട്ടു, നിങ്ങൾ താഴെ വീണു, നിങ്ങൾ പോയിട്ട് ഒരു 10 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ 10 പേരും ചേർന്ന് അയാളെ അടിച്ചു, അയാൾ നിങ്ങളെ 10 അടി അടിച്ചു, അവിടെ നിങ്ങൾ 25 അടി അയാളെ അടിച്ചിട്ടുണ്ടായേക്കാം. പക്ഷെ ഈ 10 പേര് നിങ്ങളോട് ചേർന്ന് അയാളെ നിങ്ങൾ അടിച്ചു, അയാൾ തിരിച്ചു 25 അടി അടിച്ചു, അയാൾ തിരിച്ചൊരു 10 അടി അടിച്ചു. അത് എന്തോ അവനെ പോയി ഞാൻ അടിച്ചിട്ടാ, അവനൊക്കെ ആരടാ? ഈ മനോഭാവം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ മനോഭാവമാണ്. നമ്മൾ വിജയിക്കേണ്ടത് നമ്മുടെ കരുത്ത് കൊണ്ടാകണം, എതിരാളിയുടെ ദൗർബല്യം കൊണ്ടാവരുത്. എല്ലാ കാലവും മുന്നോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ വിജയം നിലനിർത്താൻ പറ്റൂ. ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷം ചുമ്മാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. SP-യുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഉണ്ടായാൽ, കാര്യം ഉണ്ടാകാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഇതിനൊന്നും ഒരിക്കലും ചേരാത്ത പൊളിറ്റിക്കൽ ആശയങ്ങൾ കൊണ്ട് നടക്കുന്നവരാ. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പം കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒരു ഗതിയും പരഗതി ഇല്ലാതെ വരുന്ന സമയത്ത് BJPക്കെതിരെ ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് വെച്ചോളൂ. പക്ഷേ താഴെ തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CPM-കാരൻ, ഒരു കോൺഗ്രസ്സുകാരൻ, ചിലപ്പോൾ ഇന്നലെ ആ കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ കയറി അടിച്ചവനും ഇവന്മാർ രണ്ടോട് ഒരുമിച്ച് വേണം വോട്ട് ചെയ്യാൻ പോകാൻ. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവൻ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് 10 പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവന്റെ മനസ്സിലുണ്ട് എന്തുവാ, എന്നാലും എന്റെ വീട്ടിൽ കയറി അടിച്ചതാവണ്ട്. അതായത് പരസ്പരം താഴെ തട്ടിൽ ഇന്നലകളിൽ അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനത ഇന്നൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ എല്ലാ കാലവും ഇവർ ഒന്നിക്കുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവരെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ചു. ഇനി ഇങ്ങനെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ 100% രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിന്റെ വിജയമായിട്ട് കാണാം. പക്ഷെ ഇതിന് രാഹുൽ ഗാന്ധിയെ കാട്ടി ഇത്തരം വിഷയങ്ങളിൽ മുന്നിട്ടെടുത്തത് മറ്റുള്ള നേതാക്കന്മാരാണ്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് അതായത് നടുമുറി വളക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സുകാർ, അവിടെ കോൺഗ്രസ്സുകാരെയും അതുപോലെ നമ്മുടെ CPM-മാരെയും.
കൈ കിട്ടി അടിക്കും, എവിടെ കണ്ടാലും അടിച്ചേക്കാൻ, ചാട്ടൊക്കെ അടിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പൊ അങ്ങനെ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നവരാണെന്ന് ആലോചിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ പശ്ചിമ ബംഗാളില് മറ്റേ CPM-ന്റെ ഗുണ്ടകളായിട്ട് കോൺഗ്രസുകാരെയും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അടിച്ചമർത്തി ഇല്ലാതാക്കി ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് CPM ഭരിച്ചപ്പോ ഓക്കെ, അപ്പൊ ഇതേ അടി അവർ തിരിച്ചവിടെ കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പൊ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായി അടിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ജനത ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുന്നാരപ്പ. അപ്പൊ ഈ ജനത ഒന്നിച്ച് അടിച്ചു പിരിഞ്ഞതിന്റെ ഫലമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ക്ഷീണമുണ്ടായി. അതേസമയം ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മളെ കോയമ്പത്തൂർ മണ്ഡലം എടുക്കാം. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിലവിൽ മറ്റേ അണ്ണാമലയ്ക്ക് അവിടെ കിട്ടിയേക്കുന്ന വോട്ട് എനിക്ക് തോന്നുന്നു 2.25 ലക്ഷത്തോളം വോട്ടുകളാണെന്ന് തോന്നുന്നു. അവിടെ AIDMK 2 ലക്ഷത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ BJPക്ക് AIDMKയുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ 20% വോട്ട് അവിടെ AIDMK നിലവിൽ പിടിച്ചിട്ടുണ്ട്. 11% വോട്ട് അവിടെ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 20ഉം 11ഉം ചേർന്ന് 31% വോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ ശക്തിയെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി താഴെ പോകുന്നിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യും. കാരണം എന്താ, 2 പേർ ഒന്നിച്ചതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു റിസൾട്ട് അതിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു ഭീകര വിജയമായിട്ടൊന്നും വിലയിരുത്തി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതേസമയം എനിക്ക് പേഴ്സണലി ഉള്ള സന്തോഷം എന്ന് പറയുന്നത് ഇത് രാജ്യത്ത് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ ആശയം ഇവിടെ ഉണ്ട് എന്നും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ താഴെ ഇറക്കാൻ ശേഷിയുള്ള ജനത ഇവിടെ ഉണ്ട് എന്നും അധികാരത്തിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് അഹങ്കാരം കാണിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരു പാഠം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുന്നതാണ്. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അതായത് നിലവിൽ ഇപ്പം നമ്മുടെ അഴിമതി ആരോപണങ്ങളൊന്നും BJP മന്ത്രിസഭയ്ക്കെതിരായി ഉന്നയിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അഴിമതി എന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ പ്രതിപക്ഷത്തിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ട്, അതാണ് ഞാൻ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തെ ഒരു പുല്ല് വില കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിനും കൂടി ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിലവിൽ ഇനി വരാൻ പോകുന്ന മന്ത്രിസഭ ഒരു പക്ഷേ ഇവരുടെ തന്നെ ആവാനാണ് സാധ്യത. അതിന് അതിനകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ കനല് ഒരു തരിയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. സമാധാനമായിട്ട് മന്ത്രിസ്ഥാനത്തിരുന്ന പാവം പിടിച്ച നമ്മുടെ രാധാകൃഷ്ണൻ മന്ത്രി ഈ ഒരൊറ്റ ജയത്തോടു കൂടി എനിക്കൊന്ന് പുള്ളിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ പുള്ളിയെ മറ്റേ ആരിഫ് വിളിച്ചിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് ഓക്കെയാണ്. കാരണം പുള്ളിക്ക് മലയാളം സംസാരിക്കാൻ പോലും ഒരു CPM മിണ്ടിയില്ലല്ലോ. ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുള്ള ആരിഫ് പിന്നെ പാർലമെന്റിലേക്ക് നടന്നു കയറുമ്പോഴത്തേക്ക് കണ്ണി കണ്ട തൂണിന്റെ റൈറ്റ് സൈഡിലുള്ള പൂക്കളായിരുന്നു, അവിടെ മൊത്തം തൂണാ. ഇതൊക്കെ ആരിഫും രാധാകൃഷ്ണനും തമ്മിലുള്ള ഒരു രസകരമായ സംഭാഷണമൊക്കെ ഇനിയിപ്പം നടക്കും. കാരണം രണ്ടുപേരും ആരിഫ് അനുഭവിച്ച അതേ മാനസികാവസ്ഥ, ആരിഫ് എന്ന് ഞാൻ പറയുന്നത് ബഹുമാനിച്ചുകൊണ്ട് പറയാണ്ടോ, അല്ല MP ആരിഫ്. അപ്പൊ അദ്ദേഹം അനുഭവിച്ച അതേ മാനസികാവസ്ഥ നമ്മുടെ രാധാകൃഷ്ണൻ പുള്ളി നമ്മുടെ മര്യാദയ്ക്ക് മന്ത്രിയായിട്ടിരുന്ന ആളാ. അങ്ങനെ എന്തായാലും ഇനി കേരളത്തിലേക്ക് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ വിശകലനത്തിലേക്ക് വരാം. കേരളത്തിൽ ഇടതുപക്ഷത്തിനോടുണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ വിരോധം കൃത്യമായി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തു എന്നതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പൊതുവെ തെരഞ്ഞെടുപ്പിൽ ചില ഗിമ്മിക്കുകൾ സമയമാവുന്ന സമയത്ത് CPM കാണിക്കും. ചില വർഗീയ പരിപാടികളും ചില ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കലും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിപ്പിച്ച് ചെറിയ വോട്ടൊക്കെ പിടിക്കുന്ന ഒരു പരിപാടി ഇവർ അവസാന സമയത്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ മുസ്ലിം ജനത വളരെ കൃത്യമായിട്ട് അവർ അവിടെ തീരുമാനമെടുത്തുകൊണ്ടതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. കേരളത്തിൽ BJP എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ, BJP ഞങ്ങളെ എതിർക്കത്തുള്ളൂ, വർഗീയതക്കെതിരെ ഞങ്ങൾ തൊലിക്കുമെന്നും മറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പച്ച വർഗീയത പലയിടത്തും പ്രകടമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലായ്പ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും CPM ആണ്. പക്ഷേ ഇത്തവണ അവരുടെ അത്തരം ഗിമ്മിക്കുകളിൽ ഈ നമ്മുടെ സംസ്ഥാനത്തെ മുസ്ലിം ജനത പോയി വീണില്ല. മുൻപ് വീണിട്ടുണ്ട്. ആ വീണതിന്റെ ഫലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാൻ ഇവർക്ക് കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. കാരണം പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP ജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് BJPയെ എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന ഒരു ഇമ്പാക്ട് ഈ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വിടുകയും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് ഇവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തെയും കൂടെ നിർത്തിയതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിപ്പീറ്റ് വിജയത്തിന് കാരണം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കോൺഗ്രസ് ഇവിടെ നശിച്ചിട്ടില്ല, കോൺഗ്രസ് അന്നും കോൺഗ്രസിന്റെ കരുത്തോടെ തെളിയിച്ച് തന്നെയാണ് നിന്നത്, കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെന്റേജ് വലിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. പറ്റിയത് എന്താണ്? ഇപ്പോ ഈ രാജ്യത്ത് BJPക്ക് പറ്റിയ സെയിം പ്രശ്നമാണ് കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംസ്ഥാനത്ത് സംഭവിച്ചത്. എന്തെന്നാൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മുന്നണികൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, വീരേന്ദ്രകുമാറിന്റെ രാഷ്ട്രീയ പാർട്ടി, ജനതാദള്,
അങ്ങനെ അവർക്ക് ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ പൊഴിഞ്ഞു പോയതിന്റെ ഫലമായിട്ട് ഇന്നലകളിൽ UDF-ലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ UDF-ന് നഷ്ടപ്പെട്ടതും മുസ്ലിം സമുദായത്തിന്റെയും ക്രിസ്ത്യൻ സമുദായത്തിന്റെയും നിഷ്പക്ഷ ജനതയുടെ വോട്ട് CPM ഉടായ്പിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ക്ഷീണം എന്ന് ഞാൻ കൃത്യമായിട്ട് ആ സമയത്ത് സംസാരിച്ചതായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അവർ അത് കൂടുതൽ കരുത്താക്കി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി തരംഗമെന്നൊന്നും നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു വോട്ടിങ്ങിലെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ജനതയുടെ ആത്മബോധം അവർ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അതിലുപരി വെറുക്കപ്പെട്ട ഒരു മന്ത്രിസഭ, അതായത് ഇത് ഒരിക്കലും നരേന്ദ്രമോദിയോടുള്ള വിരോധമൊന്നും അല്ല ഈ ഇവിടെ റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ BJPക്ക് ഒരിക്കലും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കില്ല. കേരളത്തിലെ അതായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പീക്ക് കണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് കാണാം. അല്ലാതെ ഒരിക്കലും മോദി അധികാരത്തിൽ വരാതിരിക്കാനും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനും വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കില്ല. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഉൾപ്പെടെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJPക്ക് വലിയ ശക്തമായിട്ടുള്ള വോട്ടിന്റെ വർധനവുണ്ടാവുന്നതുമില്ല. അപ്പൊ ഒരേ സമയം തന്നെ BJPക്ക് വോട്ട് ശതമാനം കൂടുകയും അവരൊരു സീറ്റിൽ വിജയിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ക്ഷീണം പറ്റാത്ത രീതിയിൽ അതിശക്തമായ രീതിയിൽ അവർക്ക് വോട്ട് കിട്ടുകയും ചെയ്തു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ പരാജയപ്പെട്ടത്. കാരണം മുരളീധരൻ തുടക്കത്തിൽ വന്നപ്പോൾ മുതൽ ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്നു. പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തത്തക്ക മര്യാദകേടുകൾ ഒരുപാട് മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസുകാർ നിരവധി പ്രവർത്തികൾ അദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു കോൺഗ്രസുകാരന്റെ ഉള്ളിൽ പോലും വേദന ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഇത്രയും വലിയൊരു ജനവിധി തൃശ്ശൂരിൽ ഉണ്ടായതും അതോടൊപ്പം ആ നഷ്ടം മുരളീധരനിലേക്ക് എത്താനുണ്ടായ കാരണം മുരളീധരനെ പോലൊരു നല്ല നേതാവിന് പോലും ഒരു വലിയ മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം ഇതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, ഇനിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലപ്പോഴും കോൺഗ്രസിന്റെ വോട്ടെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വോട്ടാണ്. നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് നിങ്ങൾക്ക് ഈ വോട്ട് ഇനിയും കിട്ടുമെന്നുള്ള കാര്യം. കാരണം ഒറ്റ ചിന്ത നേരെ ഒറ്റ റിവേഴ്സ് പോക്ക് പോയാൽ മതി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് വോട്ട് കിട്ടി. പലരും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇവരൊക്കെ തന്നെയും എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെ വിജയിച്ചവരാണ്. അന്നത്തെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 110-ലധികം നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിനായിരുന്നു വോട്ട്. പക്ഷെ എന്താ നിയമസഭയിൽ സംഭവിച്ചത്? ഇതേ മനുഷ്യർ തന്നെയല്ലേ നിയമസഭയിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ മനുഷ്യൻ മാറുന്നതൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്കറിയാം നിയമസഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം, ലോക്സഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ജനതയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിയമസഭയിൽ ആരാണ് നമ്മുടെ മുന്നിലേക്ക് മത്സരിക്കാൻ വരുന്നത്, ആരൊക്കെ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം എന്ന കാര്യത്തിൽ ബോധ്യമുണ്ട്. ഇപ്പൊ ധർമ്മടത്തും മട്ടന്നൂരിലും നിലവിൽ നോക്കുമ്പോഴത്തേക്ക് അതായത് CPM-ന് വലിയ സ്വാധീനമുള്ള പ്രദേശത്തൊക്കെ തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കരുതി അടുത്ത ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയൻ തോൽക്കുമെന്നും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് അതേപടി കിട്ടുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നല്ല, കിട്ടില്ല. മട്ടന്നൂരിലും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അവിടെ ഷാഫി പറമ്പിലിന് വോട്ട് കൊടുക്കണമെന്നുള്ള ബോധ്യം അവിടുത്തെ ജനതയ്ക്കുണ്ട്. ആരെയാണ് ഞങ്ങൾ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിടേണ്ടത്, ആരെയാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് ജയിപ്പിച്ചു വിടേണ്ടത്, കൃത്യമായ ബോധ്യമുള്ള ഒരു ജനതയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. അതേസമയം CPM-നെ സംബന്ധിച്ച് അവർക്ക് തന്നെ ഈ ബോധമുള്ള മനുഷ്യരില്ലല്ലോ. അവർക്ക് അവരുടെ പാർട്ടിയിൽ ഒരുത്തരം വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്ന് ചിന്തിച്ച് വോട്ട് കൊടുക്കണോ വോട്ട് കൊടുക്കണ്ട അങ്ങനൊന്നും ചിന്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവരവരുടെ പാർട്ടിയെ അധികമായി വിശ്വസിക്കുകയും ആ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടും അവരുടെ കേഡർ വോട്ടുകളെ എല്ലാ കാലത്തും അവർക്ക് അവരുടെ ബൂത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് നമ്മുടെ തൃശ്ശൂരിൽ സുനിൽകുമാറിന് 2ാം സ്ഥാനത്ത് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. വോട്ട് മറിച്ചിലൊന്നും സംഭവിച്ചില്ല. സുനിൽകുമാറിന്റെ വോട്ട് ഒരിക്കലും മറിയത്തില്ലെന്നുള്ള ഉറച്ച വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ TN പ്രതാപനായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ദയനീയമാം വിധം, ഇപ്പൊ ഈ കിട്ടിയ മുരളീധരന് വോട്ടൊന്നുമല്ല, ഒരു പക്ഷേ ദയനീയമാം വിധം തകർന്നു പോയാൽ, അതല്ല എന്നുണ്ടെങ്കിൽ സുനിൽകുമാറിന് അതായത് സുനിൽകുമാറിന് കോൺഗ്രസ്സുകാരുടെ വോട്ട് മറിച്ചു കൊടുത്ത് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു ഇമ്പാക്റ്റിൽ വോട്ട് മറിച്ചു കൊടുത്തിട്ട് ജയിപ്പിക്കുക. അങ്ങനെയാണ് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ അവിടെ നോക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസ് എന്ന് പറയുന്നത്. മോദി വീണ്ടും പ്രധാനമന്ത്രിയാകാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ സംസാരിച്ചിരിക്കാം, വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വിയർക്കും ചൂടെടുക്കുന്നു. മോദി വീണ്ടും പ്രധാനമന്ത്രിയാകാൻ തന്നെയാണ് നിലവിൽ സാധ്യത. അതിനകത്ത് എന്താണെന്നറിയാവോ, മറ്റേവര് അങ്ങനെ ഇങ്ങനെയും ഒന്നിക്കത്തില്ലെന്നേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് പോൾ ഫലം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു
ഈ 39 ലക്ഷം കോടി രൂപയാണ് ഇന്നേ ദിവസം ഷെയർ മാർക്കറ്റിലൂടെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. 39 ലക്ഷം കോടി രൂപ. ഞാൻ 15,000 രൂപ രാവിലെ ഉണ്ടാക്കി. എന്റെ രാവിലത്തെ ഒരു പ്രോഫിറ്റാണ് ഞാൻ പറഞ്ഞത് 15,000 രൂപ. എന്റെ സുഹൃത്ത് ഹരീഷിനും ഏതാണ്ട് 12,000 15,000 രൂപ 15,000 രൂപ 14,000 രൂപ അവരും കിട്ടി. ഞങ്ങൾ ഇന്ന് രാവിലെ ഇൻവെസ്റ്റ് ചെയ്തത് വെറും 20,000 രൂപ മാത്രം. അതായത് 20,000 രൂപ വെച്ചിട്ടാണ് ഞാൻ 15,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഇതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 20,000ന്റെ സ്ഥാനത്ത് 20 ലക്ഷമാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് 15 ലക്ഷം. 20 കോടിയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് 15 കോടി. 200 കോടിയാണെന്നുണ്ടെങ്കിൽ 150 കോടി. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ഹൈ ലെവൽ കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്ത് രാജ്യത്ത് ഷെയർ മാർക്കറ്റിൽ ഒരു വലിയ ബൂമിംഗ് ഇമ്പാക്ട് ഉണ്ടാവുകയും നരേന്ദ്രമോദി സിംഗിൾ ഹാൻഡിലി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നൊരു വാർത്ത പരന്നതോടുകൂടി ധാരാളം ആൾക്കാർ ഷെയറിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തു. എന്താ സംഭവിച്ചത്? നേരെ തിരിച്ച്. അതായത് ഇവന്മാർക്കറിയാം എക്സിറ്റ് പോൾ വെറും അതായത് ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്നും എക്സിറ്റ് പോളിന്റെ ഫലത്തിലൂടെ ഒരു ഷെയർ മാർക്കറ്റിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതിലേക്ക് എത്തിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പൈസകൾ, അതായത് സാധാരണക്കാരന്റെ കയ്യിലിരിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ, പല സാമ്പത്തികമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വരെ വീണ്ടും നരേന്ദ്രമോദി അതിശക്തമായ രീതിയിൽ അധികാരത്തിൽ വരുമെന്ന് കാണുമ്പോൾ തങ്ങൾ ഇട്ടേക്കുന്ന ഷെയറിന്റെ വാല്യൂ കുതിച്ചുയരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എക്സിറ്റ് പോളിന്റെ ഫലം വെച്ച് പല ആൾക്കാരെ കൊണ്ടും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യിപ്പിക്കുകയും മാർക്കറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല, കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യും. മാർക്കറ്റ് ഭയങ്കര ഹ്യൂജ് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 20,000 രൂപ ഇട്ടിട്ട് 15,000 രൂപ ഞാൻ ചെയ്തത്. മാർക്കറ്റ് ഭയങ്കരമായി ഇടിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ പ്രോഫിറ്റ് എടുക്കാൻ ഞാൻ ശ്രമിച്ചത്. ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു 15,000 രൂപ പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പണ്ട് BJP ഗുജറാത്തിലെ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 5-10 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ആരെങ്കിലും ചോദിച്ചാൽ ഇവന്മാർ കാണിക്കുന്നത് എനിക്ക് ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കണം, എന്താണ് ഈ കോർപ്പറേറ്റുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിമ്മിക്കുകളെന്ന് ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എനിക്കൊരു സ്ക്രീൻഷോട്ടിന് വേണ്ടി മാത്രം ഞാനതൊന്ന് ട്രേഡ് ചെയ്തതാണ്. അപ്പൊ അതായിരുന്നു എക്സിറ്റ്. അത് സത്യത്തിൽ അതിന്റെ കാശ് മീഡിയയ്ക്കും കിട്ടുകയും. കാര്യം മീഡിയ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് പരസ്യം കിട്ടും. കോർപ്പറേറ്റുകളെല്ലാം തന്നെ ഈ മീഡിയയ്ക്ക് കൊടുക്കും. അപ്പൊ ഇതൊരു ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇതിന്റെ പിന്നിലൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാര്യം, ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ഇനി സേഫായിട്ട് നിൽക്കണം. എല്ലാം പൈസ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണ് നമ്മുടെ രാജ്യത്ത്. ഈ കോർപ്പറേറ്റുകളൊക്കെ ഹ്യൂജ് പൈസകൾ പല വഴിയിൽ BJP അധികാരത്തിൽ വരുമെന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്കാരി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദാനിക്കും അംബാനിക്കും അങ്ങനെ പലർക്കും അവരുടെ പ്ലാനുകളെല്ലാം പൊളിയും. അവരുദ്ദേശിക്കുന്നത് സ്മൂത്ത്നെസ് ഇനി ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പിന്നെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ പറയുന്ന ഇപ്പൊ രാഹുൽ ഗാന്ധി, അദ്ദേഹം വ്യക്തിപരമായ നല്ല മനുഷ്യനാണ്. പക്ഷെ ഒരു ഭയങ്കര ഹൈ ലെവൽ പൊളിറ്റിക്കൽ ലീഡറെ അല്ല പുള്ളിക്ക് ഒരു അതെന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ഷേപിച്ച് പറയല്ല, പുള്ളിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു സഡൻ ഇപ്പൊ പാർലമെന്റിലൊക്കെ ആയാലും നമുക്കറിയാം, നമുക്ക് ഒരാളുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അയാളുടെ ഒരു പവർ, ഒരു കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ യുവ നേതാക്കന്മാരുണ്ടല്ലോ കോൺഗ്രസിന്റെ, അവർ ചാനൽ ചർച്ചകളിൽ കാണിക്കുന്ന ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ഒരു പൗരുഷമുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ സുധാകരനെ പോലുള്ള ഒരാൾ, ഇപ്പൊ അദ്ദേഹം ഇല്ല, പണ്ടൊക്കെ സംസാരിക്കും, ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഒരു പവറുണ്ട്. ആ പവറൊന്നും ഒരിക്കലും പാർലമെന്റിൽ ഒരു പ്രസംഗത്തിൽ പോലും കൊണ്ടുവരാനോ നടത്തയിലും ശരീരഭാഷയിലും കൊണ്ടുവരാനോ ഒന്നും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നേതാവിനെ ഇരിയട എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്താൻ കഴിയണം. ഞാൻ സംസാരിക്കും, അവിടെ ഇരുന്നോണം, ഇവിടെ എന്ത് തീരുമാനിക്കും ഞങ്ങൾ ചെയ്യും, ഒപ്പം നിന്നാൽ നിങ്ങൾക്കും കൊള്ളാം എന്ന് പറയാനുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഈ പറയുന്നത് കണക്ക് നിൽക്കൂ. ഇല്ലെങ്കിൽ അവര് പറയുന്നത് കണക്ക് കേൾക്കേണ്ട അവസ്ഥ തിരിച്ചു സംഭവിക്കും. പറയുമ്പോൾ 99 സീറ്റൊക്കെ ഉണ്ട്. ഈ 99 സീറ്റ് കിട്ടാനുള്ള കാരണം കോൺഗ്രസിന്റെ വോട്ട് എന്നാണോ വിചാരിച്ചേക്കുന്നത്? ഉത്തർപ്രദേശിൽ SP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നലകളിൽ അവരുടെ സ്വന്തം പാർട്ടിക്ക് ചെയ്യുന്നതുകൊണ്ട് വോട്ട് മൊത്തം കൊണ്ട് കോൺഗ്രസിന് കൊടുത്തു. ആം ആദ്മി രാഷ്ട്രീയ പാർട്ടി ഇന്നലകളിൽ ആം ആദ്മിക്ക് ചെയ്തുകൊണ്ട് വോട്ട് മൊത്തം കൊണ്ട് കോൺഗ്രസിന് കൊടുത്തു. തൃണമൂൽ കോൺഗ്രസ് വോട്ട് കൊടുത്തു. ഇങ്ങനെ മറ്റുള്ള പല രാഷ്ട്രീയ പാർട്ടികളും DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും കൂടെ വോട്ടും കൂടെ കിട്ടിയത് കൊണ്ടാണ് ഈ സീറ്റ് എന്ന് കോൺഗ്രസിനും അറിയാം. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ആര് പ്രധാനമന്ത്രിയാകണമെന്നൊരു ചർച്ച നടത്തുമ്പോൾ തന്നെ വലിയ അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അധികാരത്തിൽ അവർ വരുന്നതിനെ കുറിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ ഈ രാജ്യം നശിച്ച് വെണ്ണീറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര് ഭരിച്ചാലും ഈ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ഭരിക്കാനിരിക്കുന്നവന്
അധികാരം കൈ കൊണ്ട് കിടക്കാനുള്ള പവറും ഉണ്ടാവണം. ആ പവർ ഇല്ലാതെ പോയതാണ് പണ്ട് കോൺഗ്രസിന് കൂടെയുള്ളവന്മാരെല്ലാം കൂടെ ചേർന്ന് കാണിച്ച മര്യാദ കേട്ട് നശിച്ചു പോയ രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊന്നും ആയിരുന്നില്ല 2009 മുതൽ 14 വരെയുള്ള അഴിമതി കാലയളവിൽ ചിദംബരം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആരും പറയത്തക്ക വലിയ ദുഷ്പേരൊന്നും ഉണ്ടാക്കിയവരായിരുന്നില്ല. കൂടെ ഉള്ള നിന്ന് ഈ ചപ്പ് ചവറുകളെല്ലാം ഇതെല്ലാം കൂടി രാജ്യം വിഴുതി വിൽക്കുമെന്നേ. അന്ന് മതേതരത്വത്തെക്കാട്ടിയും പ്രശ്നമായിട്ട് മാറും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും BJP നിലവിലത്തെ സാഹചര്യത്തിൽ 240 സീറ്റെങ്കിൽ 240 സീറ്റ് അവർക്ക് ഭരിക്കാൻ പറ്റുമെങ്കിൽ അവർ ഭരിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ പ്രതിപക്ഷമുണ്ടല്ലോ, ചോദ്യം ചെയ്യാൻ ആളുണ്ടല്ലോ, മറ്റേതതില്ലായിരുന്നു. അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ ചാനൽ ചർച്ച വന്നിരുന്ന് സംസാരിക്കുന്നവരെ പോലെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണക്കോ വിവരക്കേട് എന്തായാലും ഞാൻ വിളിച്ചു പറയത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യം പറയില്ല, എനിക്ക് ഞാൻ അറിയത്തില്ലെന്ന് തന്നെ ഞാനങ്ങ് പറയും. അല്ല, എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഒന്നും പറയില്ല. എവിടെയും ആരെഴുതിയ സിജിൽ എനിക്ക് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു മമതയും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കണമെന്നും എനിക്കില്ല. നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയിലോ BJP-ക്കാർ കൊണ്ടുതരുന്ന പൈസയിലോ അല്ല ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുതരുന്നതിലല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആരെയും താങ്ങേണ്ട ആവശ്യവുമില്ല, ആരുടെയും സപ്പോർട്ടും എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയാട്ടോ. നിലവിൽ അതായത് ഒരാളെ പർട്ടിക്കുലർലി സപ്പോർട്ട് ചെയ്ത് അതിന്റെ പേരിൽ എന്തെങ്കിലും കിട്ടണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, അത് BJP ആണെങ്കിൽ BJP, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം. അത് ഏത് പാർട്ടിയിൽ എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ ആ പാർട്ടിയിൽ ഞാൻ പോകും. ചന്ദനക്കുറി ഇട്ടത് വൈകിട്ട് അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ദുബായി പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്പലത്തിലൊന്ന് കൊണ്ടുവന്ന് കരുതുന്നു. അമ്പലത്തിൽ കൊണ്ടുവരുമ്പോൾ ഇട്ട് തന്ന ചന്ദനം അതിപ്പോൾ ഞാൻ തൊട്ട് ഉപയോഗിച്ചത്. നാളത്തെ ഷെയർ മാർക്കറ്റ് ഇനിയിപ്പം ഓൾറെഡി മാർക്കറ്റ് അപ്പായി കഴിഞ്ഞു. എക്സിറ്റ് പോളിലൂടെ തന്നെ മാർക്കറ്റ് അപ്പായി കഴിഞ്ഞു. ഇനി കുറെ സ്റ്റേബിൾ ആവും. അല്ല, നിലവിൽ BJP ഭരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കാരണം ആശയപരമായി ഒന്നിക്കും. ഇതിനകത്ത് അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോരുത്തരും സുഹൃത്തുക്കളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്? നമ്മളുടെ ചിന്തകളും അവരുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അവർ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും തമ്മിൽ ചേരാത്ത ഒരാളെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുന്നൊരുത്തൻ, നിങ്ങളുടെ വളർച്ച ഇഷ്ടമല്ലാത്തൊരുത്തൻ, നിങ്ങളെ അംഗീകരിക്കാത്തൊരുത്തൻ, അങ്ങനെ ഒരാളെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാണ്. കാര്യം എന്തിനാ അവനെ കൂട്ടുകൂടിച്ചേക്കുന്നത്? അവനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റവനെ അടിക്കാൻ പറ്റും. അപ്പൊ അവനും മറ്റവനോട് ശത്രുതയാണ്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഒന്നിക്കുന്നു, മറ്റവനെ നിങ്ങൾ പോയി അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവിടെ കഴിഞ്ഞു. പിന്നെ നാളെയും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തമ്മിലടിയാതെ മാറുകയും ചെയ്യും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അധികാരത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇത് മനസ്സിലാക്കുമ്പോഴും വെറുതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ ഒന്നുമല്ല. അവിടെ ഇപ്പം RSS നിലവിൽ BJP തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേ ബി അതൊക്കെ ഒരുപക്ഷെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ റിസൾട്ടിൽ പ്രതിഫലിച്ചേക്കാം. അവർക്ക് ഒന്നിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞാൽ അവർ ഒന്നായിരുന്നു. അധികാരം കൈ കിട്ടിയ സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ RSSന്റെ നേതാക്കന്മാർ വന്ന സമയത്ത് BJP-ക്കാർ പറഞ്ഞപ്പോൾ ഓൾറെഡി BJP അദ്ദേഹം പറഞ്ഞു, RSS ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞു. RSSനൊരു സംഘടനാ സിസ്റ്റം ഉണ്ട്. പക്ഷേ BJP എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു. BJP ഇപ്പം ഒരു BJP അല്ലെന്നേ. നിങ്ങളിപ്പം നിങ്ങൾ ചുമ്മാതെ ചിന്തിച്ച് BJP വർഗീയ പാർട്ടിയാന്ന് പറയും. ഈ BJP-യിൽ 60% ആൾക്കാരും ഇന്നലകളിൽ കോൺഗ്രസിന്റെ MLA-മാരും MP-മാരുമായിട്ടിരുന്നവരാ. ആ വ്യക്തികൾ വർഗീയവാദികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വ്യക്തികൾ ഇപ്പൊ ഞാൻ ഇനി BJP-യിൽ പോയാൽ എനിക്ക് ഒരിക്കലും വർഗീയവാദി ആവാൻ പറ്റില്ല. അത് എന്റെ ബേസിക് സ്വഭാവമാണത്. അങ്ങനെ എന്നോട് ആവാൻ പറയുന്നവരെ ഞാൻ നോക്കി ചിലപ്പോൾ ചീത്ത വിളിക്കും. അത് ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കോൺഗ്രസിന്റെ MLA കോൺഗ്രസുമായിട്ട് ആശയപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അധികാരം കിട്ടാത്തൊരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ ആ പാർട്ടി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് കരുതുന്നു, അയാൾ ചാടി BJP-യിലേക്ക് പോവാണ്. അയാൾ എങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഒരു RSSന്റെ സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുന്ന ഒരാൾക്കുണ്ടാവുന്ന പ്ലാനുകളും ഹിന്ദുത്വ ദേശീയ ബോധവും മറ്റും ഒന്നും ഉണ്ടാവില്ല അയാൾക്ക്. അയാൾ ഒരുപാട് വർഷക്കാലം അയാൾ അവിടെ പ്രവർത്തിക്കാൻ പോകുന്ന മൊത്തം കോൺഗ്രസിന്റെ ആശയം എടുത്ത് BJP നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പൊ BJP-യിലുള്ള പ്രശ്നവും. BJP-യിൽ ഒരു 60% ആൾക്കാരും ഇന്ന് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്ന്
MLA മുതൽ MP മുതൽ മന്ത്രിമാര് കേന്ദ്രമന്ത്രിമാരൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ സ്മൃതി ഇറാനി എങ്ങനെയാണ് RSS കാരിയാവുന്നത്? അല്ലെങ്കിൽ അമിത്ഷയൊന്നും RSS കാരല്ല. അമിത്ഷാ പോട്ടെ, ഒരു വർഷങ്ങളായിട്ട് അദ്ദേഹം അങ്ങനെ ഞാൻ പുള്ളി ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ മറ്റേ ഈ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പൊ ഇവരെ നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വർഗീയത അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയത്ത് എത്ര പേര് ഇവരുടെ കൂടെ നിൽക്കുമെന്ന് നോക്കണം. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞപ്പോൾ നേരെ ഉൾട്ടയടിക്കും, നടക്കില്ല. DDU നായിഡുവൊന്നും നിലവിലത്തെ സാഹചര്യത്തിൽ പാലം വരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇപ്പം ചെതറിക്കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്നുള്ള വിജയത്തെ വലിയ വിജയമായിട്ടല്ല ഞാൻ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പഴയ കോൺഗ്രസ് തിരിച്ചു വന്നു ഞാൻ പറയും. ഇതെല്ലാം പഴയ കോൺഗ്രസ് ആയിരുന്നല്ലോ. അടിസ്ഥാനപരമായിട്ട് ഇത് കോൺഗ്രസ്. നമ്മൾ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുമല്ലോ. നമ്മുടെ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനെ നമ്മൾ അടർത്തി മാറ്റി, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കണക്ക് കോൺഗ്രസ് ആയിരുന്നു ഇതെല്ലാം. ഇന്നത്തെ BJP-ക്കാര് പലരും കോൺഗ്രസ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അതിനെ അങ്ങ് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി. ഈ തിരുവനന്തപുരത്ത് തീരദേശ ജനതയെന്നും സിറ്റിയിലെ ജനതയെന്നും അല്ലെങ്കിൽ ഗ്രാമത്തിലെ ജനതയെന്നും ഒക്കെ പറഞ്ഞ് എന്തിനാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള നിവാസികളെ തരംതിരിച്ച് ചില ആൾക്കാർക്ക് നല്ലത് ചില ആൾക്കാർ മോശം എന്ന രീതിയിലേക്ക് നമ്മൾ കാണുകയേ വേണ്ട. തീരദേശ നിവാസികളും വളരെ ചിന്തിക്കുന്നവരും ബുദ്ധിയുള്ളവരും ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് അറിയാവുന്നവരുമാണ്. അവരിലേക്ക് എത്താൻ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു കാണില്ല. അദ്ദേഹം അവരിലേക്ക് എത്തുകയും ഇദ്ദേഹം കൊള്ളാമെന്ന് അവർക്ക് തോന്നുന്ന അവരിലേക്ക് എത്തണ്ടേ. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരായിരിക്കും നിങ്ങളിൽ പലരും. എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ എത്തി, ഞാനൊന്ന് സംസാരിച്ച്, അപ്പൊ അവർക്ക് തോന്നും അയ്യോ കാര്യമാരാര് കുഴപ്പമൊന്നുമില്ലല്ലോ, പുള്ളി നല്ല വിഷയമാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. അങ്ങനെ വോട്ട് ചെയ്യും. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിലേട്ടാ നേരിട്ടൊക്കെ സംസാരിച്ച്. ഇപ്പോഴത്തെ കാര്യം ബിഗ് ബോസിനൊക്കെ മുന്നേ പലരും എന്നെ ഞാൻ ഈ ചാനലിലും ഈ ഫേസ്ബുക്കിലൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര വിരോധം തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നേരിട്ട് വന്ന് സംസാരിച്ചതിന് ശേഷം എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ബിഗ് ബോസ് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലായി. ഇപ്പോഴും ബിഗ് ബോസും കാണാതെ നമ്മളെ പറ്റി കുറ്റം മാത്രം പറയാൻ നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഞാൻ അവരിലേക്ക് എത്തിയാൽ മതി. അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവേ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ കൊള്ളാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അതേ കണക്ക് തീരദേശ നിവാസികളിലേക്ക് എത്താൻ BJP-യുടെ പ്രവർത്തനം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എത്തിയേക്കുന്നത് ഒരുപക്ഷെ സിറ്റിയിലേക്കും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയേക്കുന്നത് മറ്റുള്ളവരായിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അവരെല്ലാവരും കൂടെ ചേർന്ന് വർഗീയത കളിച്ച് വോട്ട് മാറ്റി ചെയ്ത് ഞാൻ ഇങ്ങനെയൊന്നും തോന്നാറില്ല. UP BJP MLA തന്നെ 30 സീറ്റിന്റെ മേബി അതാ പറഞ്ഞല്ലോ. ഇത്രയും വർഷക്കാലം ഇവർ MLA-യും MP മന്ത്രിമാരും കേന്ദ്രഭരണം സംസ്ഥാന ഭരണം എത്ര വർഷക്കാലമായിട്ട് ആലോചിച്ചു. ഗുജറാത്തിലൊക്കെ എത്ര വർഷമായിട്ട് ഭരിക്കുക, മധ്യപ്രദേശിൽ എത്ര വർഷമായിട്ട് ഭരിക്കുക. ഏകീകൃത സിവിൽ കോഡ് ഇവരുടെ നമ്മുടെ രാജ്യത്തിന്റെ ജനതയ്ക്കും വേണ്ടിയിട്ട് ഏത് തീരുമാനം കൊണ്ടുവരുന്നുണ്ട് എനിക്ക് യോജിക്കൂല. ഇപ്പൊ പൗരത്വ നിയമം കൊണ്ടുവരുന്നു. പൗരത്വ നിയമം ഈ രാജ്യത്തെ ഒരു മുസൽമാനെ ദോഷകരമായി ബാധിക്കാതിരിക്കുക. ഇത് ബാധിക്കുന്നില്ല. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് രാഷ്ട്രീയ കൃഷി, രാഷ്ട്രീയ വിളവെടുപ്പാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പം BJP ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അത് ഒരു സമൂഹത്തെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അതൊന്നും എടുത്തു വെച്ച് പഠിക്കുക. നിങ്ങൾ അതെടുത്ത് വെച്ച് പഠിച്ചതിന് ശേഷം ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നില്ലയോ എന്നിട്ട് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ എതിർക്കാം. അല്ലാത്ത വിഷയത്തെ പറ്റി നമ്മൾ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ച് ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ അത്തരം അനാവശ്യമായിട്ടുള്ള ഭയങ്ങളും ഭീതികളും സൃഷ്ടിക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞല്ലോ, എത്ര കാലമായി വന്നു കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോഴും പാരാത്രിക്ക് നിങ്ങളെടുത്ത് വന്ന് ഇത്രയും സമയം ഞാൻ സംസാരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം ഞാൻ ഇതുവരെയും ആയിട്ടില്ല, നാളെ ആയിക്കൂടാതില്ല. മേ ബി ആകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തന്നെ എന്റെ ശരികളുടെ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഒരു പക്ഷേ കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ചാൽ എനിക്ക് ചിലപ്പോൾ കോൺഗ്രസിന്റെ ഒരു തെറ്റെന്ന് പറയണമെന്ന് തോന്നിപ്പോകും. അപ്പൊ അവർ പറയും ഇപ്പൊ തെമ്മാടിത്തരം കാണിക്കുന്നു. ഇപ്പൊ ബിഗ് ബോസിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞ് വന്നപ്പോ അവിടെ നടന്ന തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തൊരു മര്യാദകളെ കാണിച്ചു, നിങ്ങളെ ബിഗ് ബോസ് ജയിപ്പിച്ചു, ഏഷ്യാനെറ്റ് ജയിപ്പിച്ചു എന്ന് കരുതിയിട്ട് ബിഗ് ബോസും ഏഷ്യാനെറ്റും എനിക്കൊരു അവസരം തന്നു. എന്നെ ജനങ്ങൾ ജയിപ്പിച്ചു. വോട്ട് ചെയ്ത ജനങ്ങളോട് നീതി പുലർത്തണം, അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കണം. അതിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന തെറ്റുകളെ ഞാൻ ചൂണ്ടി. അതുപോലെ തന്നെ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കുകയും അതിലൂടെ ഒരു MLA-യോ MP-യോ താല്പര്യം ഒരു MLA ആവുകയും ഞാൻ ചെയ്താൽ എന്റെ രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് മേലിൽ ദോഷകരമായി കാണിക്കുന്ന ഒരു തെറ്റ് വന്നാൽ അതിന് ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും
ഞാനൊരു പക്ഷെ പ്രതികരിച്ചു പോകും. അതെന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അതിൽ പേടിച്ചാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടി പോകുന്നത്. അല്ലാതെ എനിക്ക് എല്ലാവരുമായിട്ട് അത്യാവശ്യം നല്ല സഹകരണം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെ വിയർക്കുകയാണ്, ഫാൻ ഇട്ടില്ല, നല്ല ടയർഡാണ്, നാട്ടിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും കാണാം.